ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ ഉറക്കച്ചെല്ല് നബി മുഹമ്മദ് മുസ്തഫ. ആ ഉറക്കച്ചെല്ലുന്ന ആവേശത്തോടു കൂടി മുത്തുനബിയുടെ മേലൊരു സലാത്ത് ചൊല്ലിയാൽ ഹബീബായ തങ്ങൾ മരണത്തോട് മല്ലടിച്ചു കിടക്കുകയാണ്. ഹബീബായ തങ്ങൾ ഹബീബായ ആയിഷ ബീവിയുടെ വീടിന്റെ അകത്തളങ്ങളിൽ കിടക്കുകയാ. 3 ദിവസമായി മുത്തുനബിക്ക് പനി ബാധിച്ചിട്ട് ആരെയും കാണാൻ അനുവദിക്കാതെ ഹബീബായ തങ്ങൾ തന്റെ വീടിന്റെ അകത്തളങ്ങളിൽ മലർന്നു കിടക്കുമ്പോ മഹാനായ ഖാബിലുൽ അർവാഹ് മലക്കുൽ മൗത്ത് അസ്റായീൽ അലൈഹിസ്സലാത്തു വസ്സലാം കടന്നു വരികയാ. അല്ലാഹുവിന്റെ പ്രവാചകന്റെ റൂഹ് പിടിക്കാൻ 63 വർഷക്കാലം ഈ പ്രവിശാലമായി കിടക്കുന്ന ദുനിയാവിൽ ജീവിച്ചിട്ട് ഹബീബായ തങ്ങൾ ഈ ലോകത്തോട് വിട പറയാ തന്റെ പ്രിയപ്പെട്ട ഭാര്യയായ ആയിഷയുടെ വീട്ടിൽ കിടക്കുമ്പോ ഹബീബായ തങ്ങളുടെ മനസ്സിൽ വല്ലാത്ത ആഗ്രഹമാ. എന്താ മുത്തുനബിയുടെ ആഗ്രഹം എന്തെന്നറിയോ? മരിക്കാൻ കിടക്കുന്ന ഹബീബായ തങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ആഗ്രഹം എന്തെന്നറിയോ? അല്ലാഹുവേ, കഴിഞ്ഞ 23 വർഷക്കാലമായല്ലോ അള്ളാന്റെ പ്രവാചകന്റെ 40 വയസ്സ് പൂർത്തിയായത് മുതൽ ഈ കഴിഞ്ഞുപോയ 23 വർഷക്കാലം എന്റെ ജീവിതത്തിൽ സന്തോഷമുണ്ടായപ്പോ, എന്റെ ജീവിതത്തിൽ പ്രയാസമുണ്ടായപ്പോ, എന്റെ ജീവിതത്തിൽ ദുഃഖങ്ങളുണ്ടായപ്പോ, എന്റെ ജീവിതത്തിൽ സന്തോഷങ്ങൾ കടന്നു വന്നപ്പോ അല്ലാഹുവേ, എന്റെ ജീവിതത്തിലേക്ക് കടന്നു വന്ന മഹാനായ മുഖറബുൽ അംലാക്ക് മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിനെ ഒന്ന് കാണണമല്ലോ. അള്ളാന്റെ പ്രവാചകന്റെ ജീവിതത്തിൽ അവസാനത്തെ ആഗ്രഹം മുത്തുനബിയെ ഒന്ന് കാണണം റബ്ബേ. അല്ലാഹുവേ, എന്റെ അല്ലാഹുവേ, ജിബ്രീലിനെ ഒന്ന് കാണണമല്ലോ. കഴിഞ്ഞുപോയി 23 വർഷക്കാലം എന്റെ ജീവിതത്തിലേക്ക് കടന്നു വന്ന ജിബ്രീലിനെ ഒന്ന് കാണണമെന്ന് മുത്തുനബി ആയിഷ ബീവിയുടെ വീടിന്റെ അകത്തളങ്ങളിൽ നിന്നും ആഗ്രഹിക്കുമ്പോ വിണ്ണിൽ നിന്നും മണ്ണിലേക്ക് മഹാനായ മുഖറബുൽ അംലാക്ക് മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം കടന്നു വരികയാ. അള്ളാന്റെ പ്രവാചകന്റെ ചാരത്തേക്ക് കടന്നു വന്നു. സുദീർഘമായ ചരിത്രം ചുരുക്കട്ടെ. ഹബീബായ തങ്ങളുടെ അടുക്കലേക്ക് വന്നിട്ട് ഹബീബായ തങ്ങളോട് ചോദിക്കുന്നു, യാ റസൂലല്ലാഹ്, എന്താ നബിയെ എന്നെ കാണണമെന്ന് ആഗ്രഹിച്ചതെന്താ? എന്താ കാണാനുള്ള ആഗ്രഹം തോന്നിയതെന്ന് ചോദിച്ചപ്പോ ഹബീബായ തങ്ങള് ജിബ്രീലിനോട് ചോദിക്കുന്നു, യാ ജിബ്രീൽ, ഇനി നിന്റെ ജോലി എന്താ ജിബ്രീല്? ഇനി നിന്റെ ജോലി എന്താ ജിബ്രീല്? രാവിലെ 9 മണിക്കും 8 മണിക്കും 10 മണിക്കും വന്ന എന്റെ പ്രിയപ്പെട്ട സഹോദരാ, ഉസ്താദേ, എപ്പോഴാണ് ഇനി നിക്കാഹ് തീരുക? എപ്പോഴാണ് താലികെട്ട് തീരുക? എപ്പോഴാണ് ഇതിന്റെ ഭക്ഷണം കൊടുക്കുക? എപ്പോഴാണ് ഞങ്ങളെ പറഞ്ഞു വിടുക? എപ്പോഴാണ് ഞങ്ങളുടെ വീട്ടിലേക്ക് ചെല്ലുക? മണിക്കൂറുകളോളമായല്ലോ ഈ സദസ്സിലിരിക്കുന്നു എന്ന് വിഷമിച്ചിരിക്കുന്ന എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട്, സഹോദരിമാരോട് ഒരു നഷ്ടവുമില്ല സഹോദരാ. എത്ര നേരം നീ മജ്‌ലിസിലിരുന്നാലും ഈ മജ്‌ലിസിലിരുന്നതിന്റെ പവർ നാളെ മുതൽ നിന്റെ ജീവിതത്തിൽ കാണാൻ പോവുകയാ. ചിലപ്പോ നിന്റെ ജ്യേഷ്ഠന്റെ ആയിരിക്കാം, നിന്റെ അനുജന്റെ ആയിരിക്കാം, നിന്റെ അയൽവാസിയുടെ ആയിരിക്കാം, നിന്റെ കുടുംബക്കാരന്റെ ആയിരിക്കാം, നിന്റെ നാട്ടുകാരിയുടെ ആയിരിക്കാം. ആ നിക്കാഹിനാണ് നീ പങ്കെടുത്തതെങ്കിലോ വല്ലാഹി വല്ലാഹി മഹാനായ സയ്യിദ് അവരുടെ വീടിന്റെ ചാരത്തോ മണിക്കൂറുകളോളം ഇരുന്ന പ്രിയപ്പെട്ട മുസ്ലിമേ, നാളെ നിന്റെ ജീവിതത്തിലേക്ക് ബറക്കത്താ, നാളെ നിന്റെ ജീവിതത്തിൽ ഐശ്വര്യമാ, നാളെ നിന്റെ ജീവിതത്തിൽ സമാധാനമാ. രാവിലെ മുതൽ വൈകുന്നേരം വരെ വീടിന്റെ അകത്തളങ്ങളിലും പ്രിയപ്പെട്ട ഭർത്താവിന് വേണ്ടി, മക്കൾക്ക് വേണ്ടി, മാതാപിതാക്കൾക്ക് വേണ്ടി അടുപ്പിനോടും കലത്തിനോടും മല്ലടിച്ച് ജീവിക്കുന്ന എന്റെ പ്രിയപ്പെട്ട പെങ്ങള്, നിന്റെ ജീവിതത്തിൽ ഇനി സമാധാനമാ. കാരണം എന്തെന്നറിയോ? ജിബ്രീൽ 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് മദീനത്തെ പള്ളിയുടെ ചാരത്ത് കിടക്കുന്ന ഹബീബായ തങ്ങളുടെ ചാരത്തേക്ക് വന്നുകൊണ്ട് അള്ളാന്റെ പ്രവാചകന്റെ ജിബ്രീലിന്റെ നബിയുടെ ചോദ്യത്തിന് ജിബ്രീൽ മറുപടി പറയുകയാണ്, യാ റസൂലല്ലാഹ്, ഇനി എന്റെ ജോലി എന്തെന്നറിയോ നബിയെ? അങ്ങ് ഈ ലോകത്തോട് വിട പറയാൻ പോവുകയാണല്ലോ. ഇനി ഒരു പ്രവാചകൻ ഇവിടെ കടന്നു വരാനില്ലല്ലോ. പ്രവാചക ശൃംഖലയിലെ അവസാനത്തെ കണ്ണിയല്ല നബിയെ. ഇനി എന്റെ ജോലി എന്തെന്നറിയോ? ലോകത്തിന്റെ 140 രാഷ്ട്രങ്ങളിൽ 400-ൽ പരം ഭാഷകൾ സംസാരിക്കുന്ന ലക്ഷക്കണക്കിന് ആളുകളുണ്ടല്ലോ നബിയെ. അങ്ങ് ഈ ലോകത്തോട് വിട പറഞ്ഞ് ഈ മദീനത്തെ പള്ളിയുടെ ചാരത്തങ്ങ് പച്ച
മണ്ണിൽ മലർന്നു കിടക്കുമ്പോ ലോകത്ത് എവിടെയെല്ലാം കിടന്നുകൊണ്ട് അങ്ങയുടെ മേൽ സലാത്ത് ചൊല്ലുന്നു, ആ സലാത്ത് വാങ്ങിക്കൊണ്ട് ഈ റൗളയിലേക്ക് കടന്നു വരല് എന്റെ ജോലിയാണെന്ന് മഹാനായ മുഖറബുൽ അംലാഖ് മലക്ക് ജിബ്രീൽ മുത്ത് നബിയോട് പറഞ്ഞു. എങ്കില് ജിബ്രീൽ വന്ന സദസ്സിലാ ഞാനും നിങ്ങളും ഇരിക്കുന്നത്. അതുകൊണ്ട് ഉറക്കെ ചൊല്ലിക്കോ, ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ, ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ. സഹോദര, ചിലപ്പോൾ നമ്മുടെ കുടുംബത്തിലായിരിക്കാം, ബന്ധുമിത്രാദികൾ പെട്ട മക്കളായിരിക്കാം. എന്നാൽ നിങ്ങൾക്കറിയോ, 71 മക്കളെയാണ് കഴിഞ്ഞ 5 വർഷം കൊണ്ട് ഈ സയ്യിദ് അവറുകൾ ഇറക്കി വിട്ടത്. സ്വന്തം മക്കളെ പോലെ കഴിഞ്ഞോടാ നിനക്ക്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ മഹലിന് കഴിഞ്ഞിട്ടുണ്ടോ? നമ്മുടെ നാട്ടിൽ കഴിഞ്ഞിട്ടുണ്ടോ? 5 വർഷങ്ങളെ കൊണ്ട് 71 മക്കളെ. അല്ലാഹുവേ, അല്ലാഹുവേ, ഇനിയും ഇനിയും ഈ സമുദായത്തിന് ഖിദ്മത്ത് ചെയ്യാൻ സയ്യിദ് അവറുകൾ ആരോഗ്യത്തോടെ ദീർഘായുസ് കൊടുക്കണേ അല്ലാ, ഉറക്ക ദീർഘായുസ് കൊടുക്കണേ അല്ലാ. ഇന്ന് പുതിയാപ്പിളയായി പുതിയവണ്ണായി ഈ പന്തലിൽ നിന്നും ഇറങ്ങിപ്പോകുന്ന എൻ്റെ പ്രിയപ്പെട്ട ദമ്പതികളോട് പറയാ, മരണം വരെ നിങ്ങൾ ദുആ ചെയ്യണം. നിങ്ങളുടെ പ്രിയപ്പെട്ട ഉപ്പാക്ക് വേണ്ടി ദുആ ചെയ്യുന്നത് പോലെ, നിങ്ങളുടെ പ്രിയപ്പെട്ട ഉമ്മാക്ക് വേണ്ടി ദുആ ചെയ്യുന്നത് പോലെ സയ്യിദ് അവറുകൾക്ക് മാത്രമല്ല, അവിടുത്തെ കുടുംബത്തിന് മാത്രമല്ല, ഇൻഷാ അല്ലാഹ് നിക്കാഹ് കഴിഞ്ഞ് ആ നിക്കാഹും കഴിഞ്ഞ് നിങ്ങൾ ഇവിടുന്ന് പോകാൻ നേരത്ത് നിങ്ങളുടെ ശരീരത്തോട് ചേർന്ന് കിടക്കാൻ വേണ്ടി സ്വർണത്തിന്റെ ആഭരണങ്ങൾ നൽകുന്നു എങ്കിൽ അത് ഈ നാട്ടിലെ ഈ പല സ്ഥലങ്ങളിലുമുള്ള പാവപ്പെട്ട ജനങ്ങൾ സഹായിച്ചതാ. അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്കെല്ലാം അർഹമായ പ്രതിഫലം കൊടുത്ത് അനുഗ്രഹിക്കട്ടെ. ഉറക്കെ ആ പ്രതിഫലം കൊടുത്ത് അനുഗ്രഹിക്കുമോ. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം മുത്തുനബിയോട് പറഞ്ഞ, നബിയെ, അങ്ങ് ലോകത്തോട് വിട പറഞ്ഞാൽ അങ്ങയുടെ മേലെ സലാത്ത് ചെല്ലുന്ന സദസ്സിൽ ഞാൻ വരും നബിയെ എന്ന് ഹബീബുനാ മുഹമ്മദുർ റസൂലുള്ളാഹി. കിട്ടോ സമാധാനം ഇല്ല? നിങ്ങൾ ചിന്തിച്ചു. നാളെ മുതൽ നിങ്ങളിപ്പോൾ ഇത്ര ഞാനിവിടെ ഭക്ഷണം കഴിക്കാൻ നേരത്തെ എൻ്റെ പ്രിയപ്പെട്ട ഉമ്മമാരെയും സഹോദരിമാരെയും എഴുന്നേൽപ്പിച്ച് നിർത്തിയപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു, ആ എഴുന്നേൽപ്പിച്ച് നിർത്തിയതിൻ്റെ പുണ്യം ഞാൻ പറയാമെന്ന്. നാളെ നിങ്ങളുടെ ജീവിതത്തിൽ വറക്കത്ത് തുടങ്ങുകയാണ്. ഇത്രയും നാളും 100 കണക്കിന് നിക്കാഹിന്റെ സദസ്സിൽ നിങ്ങൾ പങ്കെടുത്തിട്ടുണ്ട്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കി, വെറുതെ ഇവിടെ ഒന്ന് ചിന്തിച്ചു. രാവിലെ 9 മണിക്ക് ഞാൻ രാവിലെ സുബഹിസ്കാരവും കഴിഞ്ഞ് കുളിക്കാതെ പള്ളിയിൽ നിന്ന് ഇറങ്ങി പുറപ്പെട്ടതാണ്. എൻ്റെ പള്ളിയിൽ ആരും ഇല്ലാത്തതിൻ്റെ പേരിൽ ഞാൻ സുബഹിസ്കാരം കഴിഞ്ഞ് ഇറക്കി പുറപ്പെട്ടു. ഞങ്ങൾ പറഞ്ഞു 9 മണിയാകുമ്പോഴത്തേട്ടും ഇങ്ങോട്ട് എത്തണമെന്ന് ഇന്നലെ വിളിച്ചു പറഞ്ഞേക്കണേ. ഞാൻ നോക്കിക്കഴിഞ്ഞപ്പോൾ ആലപ്പുഴയിൽ നിന്ന് 9 മണിക്ക് ഞാൻ ഇവിടെ നിന്ന് ഒരിക്കലും എത്തൂല. കാരണം 5:50 സുബഹിസ്കാരം തുടങ്ങാം. 6:11 ഞാൻ വാഹനം ഓടിച്ച് അവിടെ നിന്ന് തുടങ്ങിയിട്ട് ഞാൻ വടക്കാഞ്ചേരി വന്നപ്പോഴാണ് ഒരു ഗ്ലാസ് ചായ കുടിക്കുന്നത്. കാരണം എന്തെന്നറിയോ, എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെയൊക്കെ സംസാരിക്കാനും ഇങ്ങനെയൊക്കെ നിലനിൽക്കുവാനൊക്കെ ഒരു കാരണമായത് ഈ കുടുംബമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്കെല്ലാ നിലയിലും ഖൈറും ബറക്കത്തും കൊടുത്ത് അനുഗ്രഹിക്കുമാറാണ്. അല്ലാഹു ഖൈറും ബറക്കത്തും കൊടുത്ത് അനുഗ്രഹിക്കും. അവരുടെ പൊരുത്തവും അല്ലാഹു നമുക്കും നമ്മുടെ മുന്നു മക്കൾക്കും നമ്മുടെ കുടുംബത്തിനും അല്ലാഹു നൽകി അനുഗ്രഹിക്കുമാറാണ്. മഹാനായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ രണ്ടാമത്തെ പ്രയോജനം മുത്തുനബിയുടെ കുടുംബത്തിന്റെ സദസ്സില, മുത്തുനബിയുടെ കുടുംബത്തിൽപ്പെട്ടവരുടെ വീടിന്റെ ചാരത്താ ഞാൻ നിങ്ങൾ ഇരിക്കുന്നത്. നാളെ ഈ ഇരിക്കുന്ന കസേര നിനക്ക് സാക്ഷി പറയും. കാരണം എന്തെന്നറിയോ, അള്ളാന്റെ പ്രവാചകൻ പറയാ, ഇനി ഏതൊരു സദസ്സിൽ ചെന്നാലും എവിടെ മുത്തുനബിയുടെ പേര് ഞാനും നിങ്ങളും കേട്ടാലും, എവിടെ നിന്ന് ആരെല്ലാം ഹബീബായ തങ്ങളെ പറയുന്നത് കേട്ടാലും ആവേശത്തോടുകൂടി സലാത്ത് ചെല്ലാൻ പറയുന്നതിന്റെ രണ്ടാമത്തെ കാരണം എന്തെന്നറിയോ, അള്ളാന്റെ പ്രവാചകൻ പറയുകയാണ്, എന്റെ സലാത്ത് ഒരു മനുഷ്യൻ ചെല്ലുമ്പോ ആ സലാത്ത് കേൾക്കുന്ന ജീവനുള്ള വസ്തുക്കളുണ്ടല്ലോ, ജീവനില്ലാത്ത വസ്തുക്കളുണ്ടല്ലോ എന്ന് വെച്ചാൽ എന്റെ ശബ്ദം കേൾക്കുന്ന പ്രിയപ്പെട്ട ഉപ്പമാര്, എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, എന്റെ പ്രിയപ്പെട്ട ഉമ്മമാര്, സഹോദരിമാര്, നിങ്ങളിരിക്കുന്ന കസേരയുണ്ടല്ലോ, നിങ്ങൾ ചവിട്ടിയിരിക്കുന്ന മണ്ണുണ്ടല്ലോ, നിങ്ങൾ ഈ സലാത്ത് ചെല്ലുമ്പോ ഏത് ജീവനുള്ള വസ്തുക്കളും ജീവനില്ലാത്ത വസ്തുക്കളും ഈ സലാത്ത് കേൾക്കുന്നുണ്ടോ, നാളെ പാരാവാരം പോലെ പരന്നൊഴുകുന്ന പരിസരം പാവികളുടെ നടുവില് പാതയെ നഷ്ടപ്പെട്ട് പതികനെ പോലെ പരിഭ്രാന്തിപ്പെട്ട് പകച്ചു നിൽക്കുന്ന മഹ്ശറയുണ്ടല്ലോ. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഇന്ന് ഈ സൂര്യന്റെ ചൂടേറ്റുകൊണ്ട് എനിക്കും നിങ്ങൾക്കും ഈ നട്ടുച്ച സമയത്ത് പോലും ഇവിടെ ഇരിക്കാൻ കഴിയുന്നില്ലെങ്കിലോ 14,95,96,906 കിലോമീറ്റർ അകലെയല്ലേ ഇന്ന് സൂര്യൻ നിൽക്കുക. ഒരു സെക്കൻഡിൽ 1.5 ലക്ഷം സെന്റിഗ്രേഡിലാണ് ഈ സൂര്യൻ കത്തിജ്വലിക്കുന്നതെങ്കിലോ, ഈ ഭൂമിയേക്കാൾ 38,000 പിണ്ഡവലിപ്പമുണ്ടെങ്കിലോ, ലോകത്തിലെ ഏറ്റവും വലിയ ആണവ നിലയമായ ഈ സൂര്യനെ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് എന്റെയും നിങ്ങളുടെയും തലയുടെ മുകളിൽ
മുകളിലോ ഒരു ജാനുയരത്തിൽ ഉദിപ്പിച്ച് നിർത്തിക്കൊണ്ട് വിചാരണ ചെയ്യപ്പെടുന്ന മഹ്ശറ എന്ന് പറയുന്ന റബ്ബിന്റെ വിചാരണ കോടതിയുണ്ടല്ലോ. ഈ സലാത്ത് ആവേശത്തോടുകൂടി നീ ചൊല്ലിയെങ്കിലോ നാളെ മഹ്ശറയിലേക്ക് നിന്റെ സലാത്ത് കേട്ട ജീവനുള്ള വസ്തുക്കളോ നിന്റെ സലാത്ത് കേട്ട ജീവനില്ലാത്ത വസ്തുക്കളോ അത് മുഴുവൻ മഹ്ശറയിലേക്ക് കടന്നു വന്ന് അള്ളാഹുവിനോട് പറയും, അല്ലോ ഈ മനുഷ്യൻ സലാത്ത് ചൊല്ലിനബ് എന്റെ നബി മുത്തുനബിയുടെ മേല് സലാത്ത് ചൊല്ലിയത് ഞങ്ങൾ കേട്ടു അല്ലാ, അതുകൊണ്ട് ഈ മനുഷ്യന് സ്വർഗം കൊടുക്കണേ എന്ന് ജീവനുള്ളതും ജീവനില്ലാത്തതുമായ നമ്മുടെ സലാത്ത് ചൊല്ലിയ വസ്തുക്കളോ അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന്റെ മുമ്പിൽ സാക്ഷി നിൽക്കുമെന്ന് ഹബീബുനാ മുഹമ്മദുർ റസൂലുള്ളാഹി. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകുമാറാകട്ടെ. അതുകൊണ്ട് ജീവിതത്തിൽ ഒരു സലാത്ത് ചെല്ലാൻ ഒരു പ്രചോദനമാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല കബൂൽ ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. ഞാൻ എൻ്റെ വിഷയം തീർക്കാൻ